നമസ്കാരം. വ്യത്യസ്ത സഞ്ചാരങ്ങളിലൂടെ വേറിട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന യാത്രയിലൂടെയിലേക്ക് സ്വാഗതം. യാത്ര എന്നും ഒരു അനുഭവമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും മാറി വ്യത്യസ്തമായ മേഖലയുടെ ചൂടും ചൂരുമറിയുന്ന സഞ്ചാരങ്ങൾ. അത്തരത്തിലുള്ള ഒരു സഞ്ചാരപ്രിയനെയും സംഘാടകരെയും പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. ആഗോളവൽക്കരണത്തിൻ്റെയും ആധുനിക സാങ്കേതിക മാറ്റങ്ങളുടെയും തണലിൽ ലോകം നമ്മുടെ കൈവെള്ളയിലേക്ക് ചുരുങ്ങുകയാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക വിനിമയ രംഗത്ത് അമ്പരപ്പിക്കുന്ന മാറ്റങ്ങൾ കടന്നു വരികയുമാണ്. പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണമയക്കുന്നതിനും അതിനനുസരിച്ച് ബാങ്കിംഗ് പ്രവർത്തനം നടത്തുന്നതിനുമുള്ള വേഗം ചിന്തകൾക്കുമപ്പുറം മാറുകയുമാണ്. ഈ മാറ്റങ്ങളെ നമ്മുടെ നാട് എങ്ങനെയാണ് കാണുന്നതും ഉൾക്കൊള്ളുന്നതും? സാമ്പത്തിക വിദഗ്ധനും UAE എക്സ്ചേഞ്ചിൻ്റെ മേധാവിയും ബാങ്കിംഗ് പ്രതിഭയുമായ ജോർജ് ആന്റണി വാച്ചാപ്പറമ്പിൽ ഈ നേട്ടങ്ങൾ നിരത്തുകയാണ്. ശ്രദ്ധിക്കാം. കൺമുന്നിലെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ്. അധ്വാനവും പ്രതിഭയും മുതൽക്കൂട്ടാക്കിയവരാണ് മലയാളികൾ. ദേശീയ തലത്തിൽ മികവിൻ്റെ പല മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്ന നാം വിഭവസമ്പന്നത വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുത്തുകയുമാണ്. മാനവ വിഭവശേഷി പരമാവധി പ്രയോജനപ്പെടുത്തുന്ന IT-യിലും ജൈവ വൈവിധ്യത്തിൻ്റെ ശാസ്ത്രീയത പ്രയോജനപ്പെടുത്തുന്ന ബയോ ഇൻഫോർമാറ്റിക്സിലും കഴിവിൻ്റെയും കരുത്തിൻ്റെയും പ്രതീകമായ എഞ്ചിനീയറിംഗിലുമെല്ലാം അർപ്പണതയും ആത്മാർത്ഥതയും പുലർത്തി മലയാളിയുടെ സാന്നിധ്യം കടൽ കടക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ വിദേശത്ത് അധ്വാനവും അർപ്പണതയും കാഴ്ചവെച്ച് നേടുന്ന പ്രതിഫല തുകയുടെ ഒരു ഭാഗം നമ്മുടെ നാട്ടിലേക്ക് അയക്കപ്പെടുമ്പോൾ അത് വികസന പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുക കൂടിയാണ്. 25,000 കോടി രൂപ ഒരു സാമ്പത്തിക വർഷം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നുവെന്നാണ് അനൗദ്യോഗിക കണക്ക്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക വിനിമയ രംഗത്ത് വേഗവും ത്വരിതവുമായ സാങ്കേതിക സംവിധാനം അനിവാര്യവുമാണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഈ രംഗത്ത് പ്രവർത്തിക്കുകയും UAE എക്സ്ചേഞ്ചിൻ്റെ ഇന്ത്യൻ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ജോർജ് ആന്റണി വാച്ചാപ്പറമ്പിൽ കഴിഞ്ഞ വാരം നമ്മോട് പറഞ്ഞത് ഈ രംഗം കണ്ട മാറ്റങ്ങളാണ്. സാമ്പത്തിക മേഖലയിലെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ജോർജ് ആന്റണി സാമ്പത്തിക ബാങ്കിംഗ് ഇടപെടലുകളിൽ പ്രവാസികളെയും സാധാരണക്കാരെയും എങ്ങനെയൊക്കെ സഹായിക്കാമെന്നുകൂടി പറഞ്ഞു തരികയാണ്. വിദേശത്തു നിന്നുള്ള പണമയക്കൽ അക്കൗണ്ടിലേക്കാണെങ്കിൽ എത്ര തുക വേണമെങ്കിലും പ്രവാസിക്ക് ഇന്ത്യയിലേക്ക് അയക്കാം. അതിന് ഒരു നിയന്ത്രണവുമില്ല. ബാങ്ക് അക്കൗണ്ടിലോട്ടാണെങ്കിൽ റെസ്ട്രിക്ഷനൊന്നുമില്ല. എത്ര പൈസ വേണമെങ്കിലും അയക്കാം ഇന്ത്യയിലോട്ട്. മനസ്സിലായോ? ക്യാഷ് ആയിട്ടാണെങ്കിലേ ഉള്ളൂ റെസ്ട്രിക്ഷൻസ് എല്ലാം. ക്യാഷ് ആയിട്ട് ഇവിടെ വിഡ്രോ ചെയ്യുവാണെങ്കിൽ അക്കൗണ്ട് തുടങ്ങാണ്ട് നേരിട്ട് അവിടെ നിന്ന് അമ്മയുടെ അപ്പൻ്റെ ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ അത് NRI അക്കൗണ്ടിലോട്ട് അയക്കുവാണെങ്കിൽ അതിന് ഒരു ലിമിറ്റേഷനും ഇല്ല. എത്ര വേണമെങ്കിലും എമൗണ്ട് അയക്കാം. അതിന് ഒരു ട്രാൻസാക്ഷന് ഒരു റെമിറ്റൻസിനാണ് ചാർജ്, അല്ലാണ്ട് എമൗണ്ടിനല്ല ചാർജ്. അത് ഫിക്സഡ് ഒരു ചാർജ് ഉള്ളൂ ഒരു ട്രാൻസാക്ഷൻ അയക്കുന്നതിന്. ഇപ്പോൾ ദുബായിൽ നിന്ന് അയക്കുവാണെങ്കിൽ 15 ദിർഹമാണ്. അത് ഓരോ രാജ്യത്തും ഓരോ ഫീസാണ്. യഥാർത്ഥത്തിൽ എക്സ്ചേഞ്ച് വഴി പണമയക്കുമ്പോൾ കാലവിളംബം ഒഴിവാക്കി ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് തന്നെ നേരിട്ടെത്തുകയാണെന്ന് ജോർജ് ആന്റണി പറയുന്നു. പണ്ട് മാസങ്ങൾ കാത്തിരുന്നുവെങ്കിൽ ഇന്ന് ആവശ്യക്കാരൻ്റെ കൈകളിലേക്ക് എത്തുന്നത് അതിവേഗം. ഓൾറെഡി അങ്ങനെയാണ് ഇപ്പോൾ. ആക്ച്വലി ടെക്നിക്കലി നമ്മൾ മനസ്സിലാവാഞ്ഞിട്ടാണ്. ഇപ്പം നമ്മൾ പുറത്തുനിന്നൊരു പൈസ അയക്കുമ്പം അക്കൗണ്ടിലോട്ട് അയക്കണേ. ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ATM കാർഡുണ്ട്. ഓക്കെ, പൈസ വീട്ടിലോട്ട് ആക്ച്വലി എത്തിക്കഴിഞ്ഞ് അവനിപ്പോൾ SMS വന്നു കഴിഞ്ഞ് എപ്പോഴും ആവശ്യമുണ്ട് തൊട്ടടുത്ത് ATM പോയി പൈസ എടുക്കുക. ഇപ്പോൾ SMS കണ്ട് ATMയിലേക്ക് പോകേണ്ട സമയമേ വേണ്ടിവരുന്നുള്ളൂ എന്നർത്ഥം. എന്നാൽ ഇനി വരുന്ന കാലം, അതായത് 1 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും കറൻസിയായി പണം നൽകുന്ന ഏർപ്പാടിൽ നിന്നും നാം പിന്നോട്ടു പോകും. ഒരുപക്ഷേ
ഇനിയുള്ള ട്രാൻസാക്ഷൻ എല്ലാം വെർച്വൽ മണിയായി തന്നെയായിരിക്കും. ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ മൊബൈലിൽ കൂടെ എല്ലാം പേ ചെയ്യാം. കാശും വിഡ്രോ ചെയ്യേണ്ട കാര്യമില്ല. അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് പേ ചെയ്യണമെങ്കിലും നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ച് എമൗണ്ട് അടിച്ച് പിൻ അടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കൊടുക്കും. വേലക്കാരന് പൈസ കൊടുക്കണമെങ്കിലും അയാളുടെ മൊബൈൽ നമ്പർ അടിച്ച് മൊബൈൽ നമ്പർ അക്കൗണ്ടിൽ മാപ്ഡ് ആയിരിക്കും. മൊബൈൽ നമ്പർ എമൗണ്ട് പിൻ അടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലോട്ട് പൈസ പോയി. അതാണിപ്പോൾ പുതിയ ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഡിജിറ്റലൈസേഷൻ. അത് മേ ബി ഒരു കൊല്ലത്തിനകം എനിക്ക് തോന്നുന്നു അത് ഒരു ഇതായിട്ട് ഡെവലപ്പായി വന്നു കഴിയുമ്പം ഇന്ത്യയിൽ നമ്മുടെ ഒരുമാതിരി ആൾക്കാരൊന്നും കാശ് കൈ കൊണ്ട് നടക്കില്ല. ഈ മൊബൈലിൽ നമ്മൾ എവിടെ പോകുമ്പോഴും നിങ്ങളുടെ മൊബൈൽ നമ്പർ എത്ര രൂപ തരാനുള്ള മൊബൈൽ നമ്പർ എമൗണ്ട് നമ്മുടെ പാസ്വേഡ് അടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ SMS കൺഫർമേഷനും കിട്ടും. ആ ഒരു ഡിജിറ്റലൈസേഷനിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ക്യാഷിൻ്റെ ആവശ്യമേ വരില്ല ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ. എല്ലാം അക്കൗണ്ട് ടു അക്കൗണ്ട് വളരെ സൗകര്യമായിട്ട് അതായത് ഇൻ്റർനെറ്റിൽ കൂടെ ചെയ്യുമോ മൊബൈലിൽ കൂടെ ചെയ്യുമോ അല്ലെങ്കിൽ സെൻസർ ഉപയോഗിച്ചിട്ട് നമ്മൾ ബസ്സിലും ടിക്കറ്റ് എല്ലാം ക്യാഷ്ലെസ് ആയിട്ട് പോകും. അങ്ങനെ ഒരു ക്യാഷ്ലെസ് ലോകത്തിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ ഇത്തരം ബാങ്കിംഗ് പ്രവർത്തനം നമ്മുടെ ജീവിത വേഗം കൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ 150 രാജ്യങ്ങളിൽ നിന്നും പണമയക്കുവാനുള്ള സൗകര്യവും ഇന്ന് ഇതുവഴിയുണ്ട്. എല്ലാ രാജ്യത്തും 180 കൺട്രീസിൽ നിന്ന് 32 രാജ്യത്ത് നമ്മൾ ഡയറക്റ്റ് ഓഫീസുണ്ട്. പിന്നെ ബാക്കി കൺട്രീസിൽ ഏജൻസി വഴിയും ഓഫീസുണ്ട്. ഇത് എല്ലായിടത്തുനിന്നും നേരിട്ട് പൈസ എക്സ്ചേഞ്ചിൽ വഴി അയക്കാം. ഫോറിൻ റെമിറ്റൻസിന് ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫോറിൻ എക്സ്ചേഞ്ച് സർവീസസിലും ഇന്ത്യയിലെ നമ്പർ 1 ആണെന്ന് എക്സ്ചേഞ്ച്. ഏറ്റവും അധികം കറൻസി ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് എക്സ്ചേഞ്ചാണ്. സോ അത്രയ്ക്കധികം എക്സ്ചേഞ്ച് ഈ ഫോറിൻ എക്സ്ചേഞ്ചും റെമിറ്റൻസ് ബിസിനസ്സിലും വളർന്നുണ്ട്. ഇന്ന് ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ നിന്ന് ഇന്ത്യയിൽ 10ാമത്തെ റാങ്കിൽ വരും ആയിട്ട ലൈസൻസ് ഉള്ള ട്രാവൽ ഏജൻറ്റ്. ടിക്കറ്റിങ് ഏത് രാജ്യത്തോട്ട് വേണേൽ എടുക്കാം. പക്ഷേ മെജോറിറ്റി നമ്മൾ ബിസിനസ് പോകണത് മുഴുവൻ മിഡിൽ ഈസ്റ്റിലോട്ടാണ്. 90% മിഡിൽ ഈസ്റ്റിലുള്ള ടിക്കറ്റും എക്സ്ചേഞ്ച് വഴിയാണ് പോകുന്നത്. അപ്പോൾ ദുബായ്, സൗദി അറേബ്യ ആ സെക്ടറിലൊക്കെ നല്ല റേറ്റാണ് നമ്മുടെ സിസ്റ്റത്തിൽ കിട്ടുക. വിദേശത്ത് നിന്നും പണം അയക്കുന്നതിനൊപ്പം വിദേശ നാണ്യങ്ങൾ മാറുന്നതിനും സൗകര്യമുണ്ട്. പലപ്പോഴും പല ശാഖകളിലും ഗൾഫ് കറൻസികൾ മാറാനാണ് തിരക്ക്. കസ്റ്റമറെ അറിഞ്ഞ് അക്കൗണ്ടിലൂടെ മാത്രമേ ഇത്തരം ഇടപാടുകൾ പൂർത്തിയാക്കുവാൻ പാടുള്ളൂ. RBIയുടെ നിയന്ത്രണത്തിലുള്ള ഇടപാടുകളായിരിക്കും ഇവ. കസ്റ്റമർ വന്ന് കറൻസി മാറാൻ വരുമ്പോൾ നമ്മൾ കറൻസി മാറിക്കൊടുക്കും അന്നത്തെ റേറ്റിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം അപ്പം തന്നെ നമ്മൾ നമ്മുടെ പുറം രാജ്യത്ത് ഏത് കൺട്രിയിലോട്ടാണോ നമ്മൾ ഏത് ബാങ്കിലോട്ടാണോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണത് അപ്പം തന്നെ നമ്മളത് ആ കറൻസിയുടെ എമൗണ്ട് നമ്മൾ ആ ബാങ്കായിട്ട് കവർ ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുക്കണില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാഴ്ച സമയമുണ്ട്, അതിനകം നമ്മൾ ഈ കറൻസി എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കുന്ന സമയം വരെയുള്ള അതിൻ്റെ ഡിഫറൻസിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഡിഫറൻസാണ് നമ്മുടെ മാർജിൻ. ഇത്രയും വോളിയം ചെയ്യുമ്പോൾ അങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു കറൻസി നിങ്ങൾ വന്ന് കറൻസി മാറുകയാണെങ്കിൽ എല്ലാ 5 മിനിറ്റിലും നമ്മളിത് സെല്ല് ചെയ്തിരിക്കും. നമ്മൾ സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി സെല്ല് ചെയ്യണമെന്നില്ല, നമ്മൾ സിസ്റ്റത്തിൽ അത് കവർ ചെയ്തിരിക്കും. പിന്നെ അത് 10 ദിവസത്തിനകം നമ്മൾ പാർസൽ അയച്ചാൽ മതി. വിദേശ നാണ്യവിനിമയവുമായി ബന്ധപ്പെട്ട കസ്റ്റമേഴ്സ് ഭൂരിഭാഗവും യാത്രാനുബന്ധിയായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാവൽ രംഗത്ത് മികച്ച സേവനവും പിന്തുണയും നൽകുവാനും ഇതുവഴി കഴിയുന്നുണ്ട്. ഹോട്ടലുകളുടെയും യാത്രാ മേഖലകളുടെയും ബുക്കിങ്ങിന് പുറമെ വിമാനയാത്രാ ടിക്കറ്റിങ്ങിന് വരെ ഇത്തരം ബാങ്കുകൾ ഇന്ന് സൗകര്യം നൽകുന്നു. If you log into this, you have rates which matches the best in the industry. So this benefits the customers who come into online and do transaction with us. They can also get into getting more information about the foreign exchange and about the travel related services in uexchangeindia.com. So this regularly helps to keep us updated at the
customers' viewpoints. ഇത്തരം എല്ലാ ഇടപാടുകളും ആധുനിക കാലത്ത് ഓൺലൈനിലൂടെ ഒരാൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാമെന്നതാണ് പ്രത്യേകത. ഇതിന് ഇൻ്റർനെറ്റും ഓൺലൈൻ സൗകര്യവും അറിയുകയും ഉൾക്കൊള്ളുകയും വേണം എന്ന് മാത്രം. കാലത്തിനൊത്ത മാറ്റങ്ങളും അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സ്മാർട്ട് ബ്രാഞ്ച് എന്ന് പറഞ്ഞ പുതിയൊരു കൺസെപ്റ്റ് എക്സ്ചേഞ്ച് കൊണ്ടുവരുന്നു. അതിനെല്ലാം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ടാബ്ലറ്റ് ഓർ മൊബൈൽ വേർഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാ ആപ്ലിക്കേഷനും. അതാണ് പുതിയ ടെക്നോളജി വൈസ് ഇപ്പോൾ യു എക്സ്ചേഞ്ച് പറയുന്നത് അറ്റ് പാർ വിത്ത് ഇൻഡസ്ട്രി. എല്ലാ ബാങ്ക്സായിട്ടും എന്തായിട്ടും കമ്പയർ ചെയ്യണമെങ്കിലും അറ്റ് പാർ വിത്ത് ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ നമ്മൾ യു എക്സ്ചേഞ്ച് കസ്റ്റമേഴ്സിനാണെങ്കിലും ഏജൻറ്റിനാണെങ്കിലും നമ്മൾ എല്ലാ സേവനങ്ങളും മൊബൈലിലൂടെയും ടാബ്ലറ്റ്സിലൂടെ ആയിരിക്കും നമ്മളിപ്പോൾ ചെയ്യുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ M-Commerce ആണ്. ഞങ്ങൾ IT ഹെഡ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഞങ്ങളത് കസ്റ്റമേഴ്സിന് മാത്രമല്ല ഞങ്ങളുടെ ബ്രാഞ്ചസിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ. കാരണം ഇമീഡിയറ്റ് ആയിട്ടുള്ള ക്യാഷ് അയക്കാൻ ഇപ്പോൾ IMPS മോഡാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമുക്ക് വേണ്ടി, അതായത് ഞങ്ങൾക്ക് അറൗണ്ട് 5000 കൂടുതൽ ഏജൻസ് ഉണ്ട്, മണി ട്രാൻസ്ഫർ ഏജൻസ്. അപ്പോൾ അവർ ഇന്ന് പേ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ റീംബേഴ്സ് ചെയ്യുന്നു. സോ അത് ഇമീഡിയറ്റ് റീംബേഴ്സ്മെൻറ്റ് നടക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ IMPS ടെക്നോളജി യൂസ് ചെയ്യാൻ പോവുകയാണ്. We are also very strong in online business where we reach to customers more easily. If you take our portal, gives the best fare. ബാങ്കിംഗ് സാക്ഷരതയ്ക്ക് മുന്തിയ പരിഗണനയും പ്രാധാന്യവും നൽകുന്ന പുതിയ ലോകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ പരിപാടിയെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ പേരെ ബാങ്കിംഗ് മേഖലയിലേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് ജോർജ് ആൻ്റണി പറയുന്നു. ബാങ്കിംഗ് രംഗത്ത് വന്ന മാറ്റങ്ങളിൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകൊണ്ട് മുമ്പേ സഞ്ചരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും അത് സമൂഹത്തിൽ മാറ്റങ്ങളായി കാണുകയും ചെയ്ത ഈ ധനകാര്യ വിദഗ്ധൻ കൂടുതൽ പേർ ബാങ്കിംഗ് മേഖലയിലേക്ക് എത്തണമെന്ന നിലപാടിനെ പരിപൂർണമായും പിന്തുണയ്ക്കുക കൂടിയാണ്. ഫ്യൂച്ചർ നോക്കുവാണെങ്കിൽ ലോൺ ബിസിനസ്സിലോട്ടാണ് മെയിൻ ഫോക്കസ്. ഒരു 50% ബിസിനസ് ലോൺ ബിസിനസ്സിലായിരിക്കണം. അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, മോഡി ഗവൺമെൻറ് പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഒരു ഭാഗമായിട്ട് ഈ മിഡിൽ ലെയറിന് താഴോട്ടുള്ള ആൾക്കാരെ എങ്ങനെ സഹായിക്കാം, അവർക്ക് പേഴ്സണൽ ലോൺ കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ അതിനാണ് മെയിൻ ഫോക്കസ് കൊടുക്കുന്നത്. ഒരു കസ്റ്റമർക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് ഒരു ലോൺ കൊടുക്കാം എന്ന് പറഞ്ഞ് കമ്പനിയുടെ പൈസ വെറുതെ കൊടുക്കാമെന്നല്ല, നമ്മൾ അതിൻ്റെ എല്ലാം എടുത്ത് 2 ഗ്യാരണ്ടർ എടുത്ത് അവരുടെ ചെക്ക് എടുത്തിട്ടേക്ക് കൊടുക്കുള്ളൂ. പക്ഷേ അതിന് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് ഇന്ന് ഇന്ത്യയിൽ. ബാങ്കിംഗ് എന്നാൽ ധന ഇടപാട് മാത്രമല്ല, സാമൂഹ്യ വികസനത്തിൻ്റെ ഉരകല്ല് കൂടിയാണ് ഇത്. ഈ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ പ്രവർത്തനങ്ങൾ ബാങ്കിംഗ് മേഖലയിൽ കൊണ്ടുവരണമെന്ന നിർബന്ധത്തിലാണ് ജോർജ് ആൻ്റണി. വനവൽക്കരണത്തിനും വിദ്യാഭ്യാസ രംഗത്തെ പ്രോത്സാഹനത്തിനും ഇവിടെ അദ്ദേഹം മുൻതൂക്കം നൽകുകയാണ്. നമ്മൾ CSRൻ്റെ കാര്യത്തിൽ വളരെ ഫോക്കസ്ഡ് ആണ്. സ്റ്റുഡൻറ്റ് എഡ്യൂക്കേഷനും ഗ്രീനറിയും. ഏത് ബ്രാഞ്ച് എവിടെ തുടങ്ങിയാലും ഏത് ഫങ്ഷൻ, പബ്ലിക് ഫങ്ഷൻ UX പാർട്ടിസിപ്പേറ്റ് ചെയ്താലും ഈ 2 കാര്യങ്ങൾ അതിൽ കാണും. അല്ലെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ഒന്നല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിലെ പിള്ളേരെ പഠിപ്പിക്കുക, അവർക്ക് ബുക്ക് മേടിച്ചു കൊടുക്കുക, അവരുടെ എഡ്യൂക്കേഷന് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ട്രീ പ്ലാന്റ്സ്, സാപ്ലിങ്സ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ വളരെ ക്ലിയർ ഫോക്കസ് ഉള്ളത്. ഇന്ന് ഇന്ത്യയിലെ 400 ബ്രാഞ്ചിലും എവിടെ എന്ത് ഫങ്ഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും ഈ 2 കാര്യത്തിൽ നമ്മൾ പൈസ ഡൊണേറ്റ് ചെയ്തിരിക്കും. അത് മാത്രമല്ല, കസ്റ്റമർക്ക് ഇപ്പോൾ അത് കൂടാണ്ട് ഇന്ത്യയിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പൈസ അയക്കണ ബന്ധം ബിസിനസ് ബന്ധമല്ല, അല്ലാണ്ട് അവരുടെ പേഴ്സണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ പേഴ്സണൽ മീൻസ് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ നമ്മുടെ ബ്രാഞ്ചസിൽ നിന്ന് നമ്മൾ ആളെ വിട്ട് കൊടുത്ത് അത് ശരിയാക്കി കൊടുക്കാറുണ്ട്. ഇതിനോടൊപ്പം ബാങ്കിലെത്തുന്ന കസ്റ്റമേഴ്സിനെ എത്രയും വേഗം കാര്യം നടത്തി പറഞ്ഞയക്കുക എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ആധുനിക ബാങ്കിങ്ങിൽ കസ്റ്റമർമാർ 100% സംതൃപ്തരായിരിക്കണം. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ന്യായമായും പരിഹരിക്കപ്പെടണമെന്നാണ് ഉപഭോക്താക്കളും ബാങ്ക് മാനേജർമാരും പറയുന്നത്. എനിക്ക് കൂടുതൽ ട്രാവലിങ്ങും ടിക്കറ്റിങ്ങുമാണ്. കറൻസി അത്രയില്ല, ട്രാവലിങ്ങും ടിക്കറ്റിങ്ങാണ്. പിന്നെ ഹോട്ടൽ ബുക്കിങ്ങും എല്ലാം അവർ തന്നെ ചെയ്യുന്നത്. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. പുറത്തുനിന്നായാലും നമുക്കൊരു സർവീസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പുറത്തു പോയാലും പുള്ളിനെ വിളിച്ചു പറഞ്ഞാലും അവിടെ നമുക്ക് സർവീസ് സഹകരണം. അപ്പോൾ ഇന്ന ഒരു കസ്റ്റമർ എന്ന് മാത്രം നമുക്ക് പറയാൻ അവകാശപ്പെടാൻ പറ്റത്തില്ല. എല്ലാതരം കസ്റ്റമേഴ്സുണ്ട്. ഇപ്പം ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് NRIs വരുന്നുണ്ട്,
ഇപ്പം നമ്മൾ ഇൻവേർട്ട് മണി ട്രാൻസ്ഫർ ഉണ്ട്, അതായത് വിദേശത്ത് നിന്നും കാശ് ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. എക്സ്പ്രസ് മണി എന്ന് പറയുന്ന നമ്മളൊരു സേവനമുണ്ട്. അപ്പോൾ അതിലും കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേക തരം കാറ്റഗറി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതായത് നമ്മളിപ്പം റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്ന പ്രകാരം KYC പാർട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ കറൻസീസ് മേടിക്കാറുള്ളൂ. കസ്റ്റമറിൽ നിന്ന് കറൻസി മേടിക്കുമ്പോൾ നമ്മളതിൻ്റെ ജെനുവിനിറ്റി ചെക്ക് ചെയ്യാറുണ്ട്, UV ലാമ്പിൽ വെച്ച് കറൻസി ചെക്ക് ചെയ്യാറുണ്ട്. കസ്റ്റമറുടെ KYC പാർട്ട് മൊത്തം മേടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യാറുള്ളൂ. ആധുനിക കാലത്ത് ബാങ്കിംഗ് രംഗത്ത് വന്ന അത്ഭുതകരവും അമ്പരപ്പിക്കുന്നതുമായ വളർച്ചകൾ കണ്ട് തിരക്കിൻ്റെ പിറകെ പോകുന്ന ജനങ്ങളും മാറുകയാണ്, അല്ലെങ്കിൽ മാറാൻ വിധിക്കപ്പെടുകയാണ്. അതുവഴി നമ്മുടെ സാമൂഹ്യ ധനകാര്യ സ്ഥിതി തന്നെ മാറുന്ന നിലയിലേക്ക് എത്തുക കൂടിയാണ്. അതിന് ഇത്തരം ബാങ്കുകളുടെ പ്രസക്തി വളരെ മുന്നിലാണ് താനും. അതുപോലെ തന്നെ ഈ പ്രീപെയ്ഡ് ലൈസൻസ്, ഇപ്പം ഞാൻ ഈ ഡിജിറ്റലൈസേഷൻ കണ്ട് പ്രീപെയ്ഡ് ലൈസൻസ് പറയുന്നത് ഇപ്പോൾ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെ വരെ ഒരു കസ്റ്റമർക്ക് ഇവിടുന്ന് എങ്ങോട്ട് അയക്കണേലും USChange വന്നു കഴിഞ്ഞാൽ 1 സെക്കൻഡ് കൊണ്ട് അയക്കാം. ഒരു TTക്ക് പോകാൻ ബാങ്കിൽ പോയി TT ഞങ്ങളുടെ ബാങ്കിൽ പോകണ്ട, ഇൻസ്റ്റൻ്റായിട്ട് പൈസ അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണേൽ ആർക്ക് വേണേൽ പൈസ അയച്ചു കൊടുക്കുക. സോ അതിന് പ്രീപെയ്ഡ് ലൈസൻസ് എന്ന് പറയാം. അതിൽ കൂടെ നമ്മളിപ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യാൻ പോണ ഇപ്പോൾ ഡിജിറ്റലൈസേഷനും പല പല ഡെവലപ്മെൻറ്റ്സ് അതിൽ വരാൻ പോണ. സാമ്പത്തിക രംഗം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ധനകാര്യ ഇടപാടിൻ്റെ സാധ്യതകൾ വേഗമേറുന്നതിനെക്കുറിച്ച് അടിവരയിടുകയാണ് ഈ സാമ്പത്തിക കാര്യ വിദഗ്ധൻ. മാറ്റങ്ങൾ സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആഴവും ഏറുകയാണ്. ബാങ്കിംഗ് എന്നാൽ പണമുള്ളവരുടെ മാത്രം മേഖലയായിരുന്ന പഴയകാല ഇന്ത്യൻ സാഹചര്യം മാറിയിരിക്കുന്നു എന്നുകൂടി UAE-യിലൂടെ അദ്ദേഹം തെളിയിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക മുന്നേറ്റത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകയ്ക്കപ്പുറം വികസനത്തിൻ്റെ ദിശാസൂചികകൾ കൂടിയായി മാറുകയാണ്. വ്യത്യസ്ത അനുഭവങ്ങളുമായി യാത്രയിലൂടെയിൽ ഇനിയും തുടരും.